നമസ്കാരം. നിങ്ങൾ മനസ്സിലൊരു കാര്യം നടക്കോ എന്നുള്ള സംശയത്തോടു കൂടി ഇരിക്കുകയാണോ? മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം അത് നടക്കോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളും ചെയ്തിട്ടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാത്ത വ്യക്തികളുണ്ടാവും. അത് പ്രണയമാവും, സാമ്പത്തികമാവാം, ജോലിയാവാം, മറ്റ് പല കാര്യങ്ങളാവാം. അതിൽ പല കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്നും ശരിയാവാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കണം എന്നറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കർമ്മ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അത് വിശ്വാസത്തോടു കൂടി നിങ്ങളത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നിങ്ങൾക്ക് ഈ കാര്യം സാധിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടി, മനസ്സിലെ ആഗ്രഹം നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം എടുക്കുക. ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ സാധിച്ചു കിട്ടേണ്ട ആവശ്യം അത് ആ പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ അത് എഴുതിയതിന് ശേഷം ഈ ഗ്ലാസ് ആ പേപ്പറിലേക്ക് വയ്ക്കുക. ഈ ഗ്ലാസ് വെള്ളം പേപ്പറിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തുളസി ഇല ഇടുക, ഒരെണ്ണം. അതിട്ടതിന് ശേഷം അത് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ആ നോക്കിയിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്ന തുളസിയിലേക്ക് ആയിരിക്കണം നോക്കേണ്ടത്. ആ തുളസിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു പൂർണ്ണ ചിന്ത അത് മാത്രമായിരിക്കണം. ഈ കാര്യം നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരൊറ്റ ചിന്ത, ആ ഒരു ചിന്തയോടു കൂടി വേണം ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ, ആ ഒരു തുളസി ഇലയിലേക്ക്. അങ്ങനെ പൂർണ്ണമായിട്ടത് 5 മിനിറ്റ് നേരം നിങ്ങളത് കൃത്യമായിട്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ നോക്കിയിരുന്നതിന് ശേഷം എഴുന്നേറ്റ് നിങ്ങൾക്ക് ആ തുളസി ഇല ഇന്ന് എടുക്കാം. എന്നിട്ട് എഴുന്നേറ്റ് നിന്നതിന് ശേഷം അത് നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് കൈ ഉയർത്തിപ്പിടിച്ച് ആ തുളസിയില നേരെ താഴേക്കിടുക. താഴേക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പുറം ഭാഗം ആണ് വന്ന് വീഴുന്നതെങ്കിൽ ആ ഒരു കൂടുതൽ പച്ചപ്പ് കാണുന്ന ഭാഗം, അടിഭാഗമല്ല, പുറം ഈ മലർന്ന് നിൽക്കുന്ന ആ ഭാഗം, അതാണ് മുകളിലേക്ക് വന്ന് വീഴുന്നത് എങ്കിൽ നിങ്ങളുടെ ആ കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഭാഗം കമിഴ്ന്ന് അടിഭാഗമാണ് മുകളിലേക്ക് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കാൻ സാധ്യത കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി ആ ഇതിലേക്ക് നോക്കിയിരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ഇത് താൽക്കാലികമായി നിങ്ങൾക്കൊന്ന് നോക്കാവുന്ന കാര്യം മാത്രമാണ്. ഇതിൽ പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും മനുഷ്യൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് പറയുക. അപ്പോൾ എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും നമുക്കത് പരിശ്രമിച്ച് വീണ്ടും വീണ്ടും പരിശ്രമിക്കുമ്പോൾ ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് താൽക്കാലികമായി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കുന്നൊരു കാര്യമാണ്. അതല്ല, ഒരു കാര്യം മനുഷ്യൻ വേണം എന്ന് വിചാരിച്ച് അതിന് ഒരുമ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം നേടിയെടുക്കാൻ പറ്റും മനുഷ്യന്. അതിനിങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് താൽക്കാലിക ഒരു ആശ്വാസത്തിന് അത് നടക്കോ ഇല്ലേ, സാധ്യതയുണ്ടോ, അത് ഉണ്ട് എന്നറിഞ്ഞാൽ നമുക്കൊന്നുകൂടി അതിന് പ്രവർത്തിക്കാൻ പറ്റും. ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പ്രവർത്തനം അതിനു വേണ്ടി നമുക്ക് നടത്താൻ പറ്റും. ഉണ്ട് എന്നറിഞ്ഞാൽ മനസ്സമാധാനം, ഒരു സന്തോഷത്തോടു കൂടി അത് പ്രവർത്തിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള കാര്യം. ആ കാര്യം മനസ്സിലാക്കുക എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത ആ കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടും നടക്കാത്ത വിഷയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സന്തോഷമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.